ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പോകുന്നത് അബുദാബിയിലെ ഗ്രാൻഡ് മസ്ജിദിലേക്കാണ്. ഇഫ്താർ കൂടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ പാർക്കിലൊക്കെ ഈ ഇഫ്താറിനുള്ള ബോക്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിലൊക്കെ ഞങ്ങളവർ ചോദിച്ചപ്പോൾ ഫാമിലീസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഈ നിരത്തി വെച്ചിരിക്കുന്നത്. ഫാമിലീസായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇരിക്കാം. അതല്ലാതെ സിംഗിളായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാണുന്ന ഒരു വലിയ ഗ്രൗണ്ടിൽ ഒരു നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000-60,000 ആൾക്കാർ ഡെയിലി അവിടെ ഇഫ്താർ നിർവഹിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്. പക്ഷേ ഈ വരുന്നവരൊക്കെ നേരത്തും കാലത്തൊക്കെ വന്നാൽ മാത്രമേ ഈ ഫുഡ് കിട്ടത്തുള്ളൂ. നേരത്തെ വന്ന് മാത്രം കയറിയിരുന്നാൽ മാത്രമേ ഫുഡ് കിട്ടുകയുള്ളൂ. ഒരുപാട് പേര് ഫുഡ് കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഞാൻ അവിടെ കണ്ടു. ഞങ്ങളൊക്കെ ഉള്ളിലാണ് ഇരുന്നത്. കുറച്ച് പേർക്കൊക്കെ ഞങ്ങൾ ഫുഡ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ 2 പേര് പോയിട്ട് ഒരു പൊതി ഞങ്ങൾ ഷെയർ ചെയ്യുകയും മറ്റൊരു പൊതി മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവിടെ ഇരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു വന്നപ്പം. അപ്പം നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ പോവുക, സ്ഥലം പിടിക്കുക. ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഈ കാണുന്ന ഏരിയയിലാണ് ഫാമിലിക്ക് കൊടുത്തിരിക്കുന്നത്. നിരവധി ആൾക്കാർ വന്നിട്ട് ഫുഡ് ആകെ വെള്ളവും ഈത്തപ്പഴവും വെച്ച് മാത്രം നോമ്പ് മുറിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിസ്കരിക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ തന്നെ നിന്ന് നിസ്കരിച്ചു. നമ്മൾ നോമ്പ് തുറന്ന സ്ഥലത്ത് തന്നെ നിസ്കരിച്ചു. പിന്നെ ഞാൻ ആ പള്ളിയൊക്കെ ഒന്നുകൂടെ കാണണം. ഒരുപാട് നാളായി ഞാൻ ആ പള്ളിയിൽ പോയിട്ട്. എൻ്റെ അബുദാബിയിലായിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ അവിടെ കൂടുതലും പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം എന്നൊക്കെ കരുതി അങ്ങോട്ട് നടന്നു. നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തപ്പോഴും ഇത്രയും ആൾക്കാർ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ സെക്യൂരിറ്റി ചെക്കിങ്ങും പണ്ടത്തേനെ കാട്ടി അവർ വിലയിരുത്തിയിട്ടുണ്ട്. മുമ്പ് അവരുടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കയറിപ്പോയാൽ മതി. ഇപ്പം നമ്മൾ ഗ്രൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ പള്ളിയടക്കം പറഞ്ഞ് അറിയിക്കേണ്ടതില്ലല്ലോ. ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും. അതിമനോഹരമാണ് നമ്മുടെ ഈ ഗ്രാൻഡ് മസ്ജിദിൻ്റെ അകം കാണാനായിട്ട്. പിന്നെ അവിടെ പോയി നിന്ന് നിസ്കാരം മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കറങ്ങി അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ച് ദുബായിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇഫ്താർ ഗാദറിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നതെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി പോവുക. ഒരു 4:30 ഒക്കെ ആകുമ്പോഴെങ്കിലും അവിടെ എത്തുന്ന രീതിയിൽ പോവുക. അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്. 10,000-70,000 പേരൊക്കെയാണ് പെർ ഡേ അവിടെ വരുന്നത്. അപ്പം ജാതിമത ഭേദമന്യേയാണ് അവിടെ ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പോകാൻ നോക്കുക. ഏറ്റവും അവസാനം വന്നിട്ട് സീറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. എത്രയോ ആൾക്കാരാണ് അവിടെ വന്ന് മറിയുന്നത് ഈ ഒരു ഇഫ്താർ ഗാദറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഇതുപോലുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.